യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. യേശു തിരിഞ്ഞു അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. കഴിഞ്ഞ രാത്രിയിൽ ഈ ഭാഗം ഞാൻ ചിന്തിച്ച് ധ്യാനിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ഒരു ദൂതിൻ്റെ ആകത്തുക ഞാൻ പറയാം. ഇന്ന് പകൽ കരയുന്ന ചില വിഷയത്തിൻ്റെ വിടുതൽ, കരയുന്ന ചില വിഷയത്തിൻ്റെ മറുപടി ദൈവം ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, തലമുറകളിൽ വെളിപ്പെടുത്തും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നാളുകളായി, വർഷങ്ങളായി കരയുന്ന ചില വിഷയത്തിൻ്റെ വിടുതൽ ഇന്ന് പകൽ ഈ 7 മണിക്കൂറിനകത്ത് ചെയ്തു തരാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്തൃമേശ ശുശ്രൂഷയിലാണ് പലപ്പോഴും നമ്മൾ ഈ ഭാഗം ചിന്തിക്കാറ്, വളരെ അധികമായി ധ്യാനിക്കാറ്. പല ഞായറാഴ്ചകളിലും നമ്മൾ ഈ ഭാഗത്തിൻ്റെ ചില ചിന്തകൾ വളരെ അധികമായി ധ്യാനിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്നും ഗാഗുൽഥായുടെ കുലത്തളത്തിലേക്ക് വീണും എഴുന്നേറ്റും പച്ച പൈൻ മരക്കുരിശുമായി നടന്നു നീങ്ങുന്ന യേശുവിനെ നോക്കി ഒരു കൂട്ട സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ട് യേശു തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. വേദപുസ്തകം ആഴമായി പരിശോധിക്കുമ്പോൾ ഈ കരയേണ്ട എന്ന പദം 5 തവണ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളിൽ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ കരയേണ്ട എന്ന പദം പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തിലേക്കും പോകുവാനുള്ള സമയമില്ലെങ്കിലും അത്യാവശ്യമാകുന്ന 1-2 ചിന്താവിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സത്യത്തിൽ യേശുവിൻ്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, എന്നെ ചൊല്ലി കരയേണ്ട. എൻ്റെ ഒരു ചോദ്യം, സത്യത്തിൽ ഇവിടെ കരയേണ്ടത് ആരാണ്? നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഈ ഭാഗം ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ രാത്രി ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു ചിന്താഗതിയാണ് ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഇവിടെ കരയേണ്ടത് ആരാ ശരിക്ക്? ഹലോ, യേശുവാണ് അല്ലേ? ഒരല്പം കൂടെ ആഴമായിട്ട് ചോദിച്ചാൽ, അടി കൊണ്ടവരാണോ കരയുന്നത്, അടി കണ്ടവരാണോ കരയുന്നത്? അടി കണ്ടവരാരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹലോ, കൊണ്ടവർ കരയാതെ കണ്ടവർ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ 1-2 ദിവസങ്ങൾ ഞാൻ ആ ഭവനത്തിലുണ്ടായിരുന്നു, മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ. ആ ദൈവദാസന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെണ്ണും. 2 ദിവസം ഞാൻ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അതിശയിപ്പിച്ചൊരു കാര്യം, അവിടുത്തെ മകനേക്കാൾ ഒരു 2-3 വയസ്സിന് ഇളയതാണ് ആ പെൺകുട്ടി. ചെറിയ പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ്. ഈ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കും. പക്ഷെ അടി കിട്ടുന്നത് മുഴുവനും മൂത്ത മകനാണ്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് അതല്ല.
ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ ഇളയ പെൺകുട്ടിയുടെ കൈ തട്ടി അവിടെ മേശപ്പത്തിരുന്നൊരു വസ്തു താഴെ വീണ് ഉടഞ്ഞുപോയി. ശബ്ദം കേട്ട് അകത്തുണ്ടായിരുന്ന പാസ്റ്ററും പെട്ടെന്ന് വന്നു. ഇത് ചെതറിക്കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതാരാ ചെയ്തേ? ഉടനെ ആ പെൺകുട്ടി മൗനമായിട്ട് നിൽക്കുന്നു. ആ ആൺകുട്ടി പെട്ടെന്ന് പറഞ്ഞു, ഇത് ഞാനാ ചെയ്തേ. ഹലോ, ഞാനിങ്ങനെ വളരെ ശ്രദ്ധാപൂർവം നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി ആ പെൺകുട്ടിയുടെ കൈതട്ടിയാണ് അത് വീണത്, അത് തകർന്നു പോയത്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ആൺകുട്ടി പറയുകയാണ്, പപ്പ അവളല്ല ചെയ്തേ, എൻ്റെ കൈതട്ടിയാണത് വീണത്. ഞാൻ ആദ്യം അതിന് മറുപടി പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വേണ്ട, ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയണമെന്ന് എനിക്ക് തോന്നി. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഞാൻ പറഞ്ഞു വന്നത്, ഈ സാധനം തട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടി താനാണത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അകത്ത് പോയി ഒരു ചൂരൽ എടുത്തുകൊണ്ട് വന്ന് വളരെ ശകാരിച്ചു. പല പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തട്ടിപ്പൊട്ടിക്കരുത്, എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ആൺകുട്ടിയെ 2-3 തവണ ചൂരൽ വെച്ച് അദ്ദേഹം തല്ലി. ഈ തല്ല് കൊള്ളുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ആ ആൺകുട്ടി കരയുന്നില്ല, പക്ഷേ തല്ലുന്നത് ചേട്ടനെയാ, കരയുന്നത് അനിയത്തിയാ. ഹലോ, തല്ല് കൊള്ളുന്നത് മുഴുവനും ചേട്ടനാ, പക്ഷെ കരയുന്നത് മൊത്തം അനിയത്തിയാ. അല്പസമയം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ശാന്തമായി. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ അനിയത്തി കുട്ടിയുടെ കരച്ചിൽ കണ്ട് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, സാരമില്ല, ചേട്ടനെയല്ലേ തല്ലിയ, മോളെന്തിനാ കരയുന്നേ? ഹലോ, ചേട്ടനെയല്ലേ തല്ലിയ, മോൻ എന്തിനാ കരയുന്നേ? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ലേ ചേട്ടായി തല്ലുകൊണ്ടേ. ഹലോ, എനിക്ക് വേണ്ടിയല്ലേ ചേട്ടായി തല്ലുകൊണ്ടേ. യേശുവിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ ഓർത്ത് നിങ്ങൾ കരയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഹലോ, യേശുവിൻ്റെ വാക്കുകൾ എന്താ അങ്ങനെ വെളിപ്പെട്ടത്? യേശു പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ ഓർത്തിരുന്നെങ്കിൽ, നിങ്ങളെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഹലോ, നിങ്ങളെ ഓർത്തിരുന്നെങ്കിൽ, നിങ്ങളെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ അടുത്ത വാചകം കൂടെ ശ്രദ്ധിച്ച്, നിങ്ങൾ എന്നെ ചൊല്ലിയല്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. എന്താ യേശു പറഞ്ഞതിന്റെ കാരണം? നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലേലും കൊള്ള, ഇവരെന്റെ തലയിൽ മുൾക്കിരീടം ചൂടും. നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും കൊള്ള, ഇവരെന്റെ കൈകൾ ആണികളാൽ തുളയ്ക്കപ്പെടും. ഹലോ, നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും കൊള്ള, എൻ്റെ വിലാപുറ ഇവർ കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കും. നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലേലും കൊള്ള, കാൽവരിയുടെ കുലക്കളത്തിൽ അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ യാഗമായി തീരും. നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലേലും കൊള്ള, ആരെയും ഇതുവരെയും വെച്ചിട്ടില്ലാത്ത അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ എന്നെ അടക്കം ചെയ്യും. നിങ്ങൾ കരഞ്ഞാലും കൊള്ള, നിങ്ങൾ കരഞ്ഞില്ലേലും കൊള്ള, ആ അടക്കത്താൽ ഞാൻ അവസാനിക്കുന്നില്ല. സകലത്തെയും ജയിച്ചവനായി, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ ജയമെവിടെ, നിന്റെ വിഷമുള്ളവിടെ, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരും.
ഇന്ന് പകൽ ഉയർത്തവന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യം, ഇന്നും ജീവിക്കുന്നവന്റെ സാന്നിധ്യം ഈ ആലയത്തിന്റെ നടുവിലിരിക്കുമ്പോ ഇന്ന് പകൽ നീ കരയേണ്ടത് അവനെ ഓർത്തല്ല, അവന്റെ കഷ്ടപ്പാടുകളല്ല, അവന്റെ ക്രൂശീകരണം ഓർത്തല്ല. നിന്റെ ജീവിതത്തിൽ വന്ന ബലഹീനതയോർത്ത്, പരാജയമോർത്ത്, പാപവശങ്ങളോർത്ത്, അകൃത്യങ്ങളോർത്ത് ഇന്ന് പകൽക്കാലം സ്വയം പരിശോധിച്ച് ദൈവസന്നിധിയിൽ കരയുവാൻ നീ തയ്യാറാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റവൻ ഇവിടെയുണ്ട് നിന്നെ ഉയർപ്പിക്കാൻ. പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഇന്ന് പകൽ അകത്തുണ്ടെങ്കിൽ, ചെയ്തു പോയ അകൃത്യത്തെ കുറിച്ചുള്ള ബോധ്യം അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ ഒടുങ്ങി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. സകലത്തെ ജയിച്ചവൻ ഇന്ന് പകൽ ഇവിടെ ഉള്ളത് കൊണ്ട് നിന്നെ ഉയർപ്പിക്കാൻ, നിന്നെ ഉയർപ്പിക്കാൻ ഇന്ന് പകൽ യേശു മറിയായവനായത് കൊണ്ട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, പാപത്തിൽ മരിച്ച ചിലരെ, അകൃത്യത്തിൽ മരിച്ച ചിലരെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തിയാൽ ഉയർപ്പിക്കുമെന്ന്. ഇന്ന് പകൽ തിരിഞ്ഞു നോക്ക്. വന്ന ബലഹീനതകൾ, ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നീ തയ്യാറാണോ? ഉയർപ്പിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച്, നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ ഉയർപ്പിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. കാരണം എന്നറിയാമോ? നിങ്ങൾ ഈ കരയുന്ന വിഷയത്തിനകത്ത് 3-ാം ദിവസം ആശ്വാസം ഉണ്ടാകും. നിങ്ങൾ ഈ കരയുന്ന വിഷയമുണ്ടല്ലോ, ഇതിനകത്ത് 3-ാം ദിവസം ആശ്വാസം ഉണ്ടാകും. 3-ാം ദിവസം ആശ്വാസം ഉണ്ടാകും. പക്ഷേ നീയും നിന്റെ തലമുറയും അകൃത്യത്തിൽ കടന്ന് മരിച്ചാൽ, നീയും നിന്റെ തലമുറയും നാശത്തിൽ കടന്ന് മരിച്ചാൽ, വായിച്ച വാക്യത്തിന്റെ 29-ാം വാക്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കരഞ്ഞാലും ഇല്ലെങ്കിലും നോക്കുക, നിങ്ങൾ യേശുവിന്റെ വാക്കുകൾ വായിക്കുമ്പോ 29-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ വാക്യങ്ങൾ വായിക്കുമ്പോ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകേണ്ടതിന് നിങ്ങൾ എന്നെ ചൊല്ലിയല്ല, നിങ്ങളെയോ നിങ്ങളുടെ തലമുറയെയും ഓർത്ത് കരയണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ഓർത്ത് കരയണം. എൻ്റെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞാലും ഇല്ലെങ്കിലും 3-ാം ദിവസം ആശ്വാസം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ വിഷയത്തിനകത്ത് കരയേണ്ട പോലെ കരഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയേണ്ട പോലെ കരഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ ഓർത്ത് കരയേണ്ട പോലെ കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആശ്വാസം ലഭിക്കാൻ കഴിയാതെ പോകുമെന്ന്, ആശ്വാസം ലഭിക്കാൻ കഴിയാതെ പോകുമെന്ന് യേശു കർത്താവ് ആ ഭാഗത്ത് കൂട്ടിച്ചേർക്കുമ്പോ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാ, നമ്മെ ഓർത്ത് കരയാ, നമ്മുടെ തലമുറയെ ഓർത്ത് കരയാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രവാർത്ത എടുത്ത് നോക്കുമ്പോ തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന അനേക കാഴ്ചകൾ കാണുവാനും കേൾക്കുവാനും ഒക്കെ അറിയുവാനും ഒക്കെ കഴിയുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്നെ ശ്രദ്ധിപ്പിച്ചത്, 9-ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്നിന് അടിമയായി സ്വന്തം മാതാവിനെ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹലോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാ. യേശുവിൻ്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അന്ന് യേശു ഈ തിരിച്ചറിവിനാൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരവി, നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരവി. ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 2 ദിവസം മുമ്പ് വന്ന വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ഈ ഒരു വർഷത്തിനകത്ത് വന്ന വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ സ്വന്തം ഭവനത്തിനകത്ത് തന്നെ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ നടക്കുന്നതായിട്ട്, മ്ലേച്ഛമായ അനുഭവങ്ങൾ നടക്കുന്നതായിട്ട് ഈ ലോകത്തിലെ വാർത്താവിനിമയങ്ങൾ നമ്മെ കാണിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുമ്പോൾ
ഇന്ന് പകൽ ഓർക്കുക, ജീവിതത്തിൽ കരയേണ്ടത്, നിലവിളിക്കേണ്ടത് യേശുവിനെ ഓർത്തല്ല, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തല്ല, നമ്മെ ഓർത്ത് കരയാ. നമ്മുടെ ജീവിതത്തിൽ വന്ന ബലഹീനതയോർത്ത്, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയമോർത്ത് കരയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മെ ഓർത്ത് കരയാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പലരും കരയുന്നവരാണ്. പക്ഷേ കരയുന്ന വിഷയം പലതായിരിക്കുക, കരയുന്ന വിഷയം പലതായിരിക്കുക. പലപ്പോഴും നമ്മൾ കരയുന്നത് മക്കളുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കുക, നല്ലൊരു ജോലിക്ക് വേണ്ടിയായിരിക്കുക, നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കുക, നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയായിരിക്കുക. കരയുന്നതിൻ്റെ കാരണങ്ങൾ പലതാ. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാ, മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നതിനേക്കാൾ അപ്പുറമായി നിത്യത നഷ്ടപ്പെടാതിരിക്കുക, നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കുക, നിന്റെ തലമുറയുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കുക. ദൈവസന്നിധിയിൽ കരയേണ്ടതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിലൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്, ദൈവമേ അങ്ങയുടെ വരവെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ഹലോ, 7 മണിക്കൂർ പ്രാർത്ഥന, ഒന്നിലധികം തവണകൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ കരയുന്ന വിഷയങ്ങൾ പലതാ. പക്ഷെ ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കർത്താവ് വന്നാൽ, നിങ്ങൾ കാത്തിരിക്കുന്നവൻ വന്നാൽ, അവനോടുകൂടെ എടുക്കപ്പെടാൻ കഴിയാതെ പോയാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, കരയേണ്ടത് ഭാവിയെ ഓർത്തല്ല, കരയേണ്ടത് ജോലിയെ ഓർത്തല്ല, കരയേണ്ടത് വിദ്യാഭ്യാസത്തെ ഓർത്തല്ല, കരയേണ്ടത് കുടുംബജീവിതത്തെ ഓർത്തല്ല, കരയേണ്ടത് നിത്യത നഷ്ടപ്പെടാതിരിക്കുക, നിത്യത നഷ്ടപ്പെടാതിരിക്കുക. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരുന്നാൽ അതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നുമില്ലെന്ന് ഈ ലോകത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മെ ഓർത്ത് കരയട്ടെ, നമ്മുടെ തലമുറയെ ഓർത്ത്, ജീവിതത്തിൽ വന്ന ബലഹീനതയോർത്ത്, ജീവിതത്തിൽ വന്ന പരാജയമോർത്ത് ഈ ദിവസങ്ങളിൽ കരഞ്ഞ് മടങ്ങി വരേണ്ട ഭാഗങ്ങളെ കണ്ടുണർന്ന് ദൈവസന്നിധിയിൽ മടങ്ങി വരുക പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് കരയേ, നിങ്ങളുടെ തലമുറയോർത്ത് കരയേ. എൻ്റെ വിഷയത്തിനകത്ത് 3-ാം ദിവസം ആശ്വാസമുണ്ടാകും. പക്ഷേ ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത നാൾ മുൻപിലുണ്ടെന്ന് യേശു പറയുന്നു. നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത നാൾ നിങ്ങൾക്ക് മുൻപിൽ വേഗത്തിൽ വരുമെന്ന് അന്ന് യേശു വ്യക്തമാക്കുന്നു. ഈ കാലഘട്ടം പരിശോധിച്ചാൽ, ഓരോ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പരിശോധിച്ചാൽ, യേശുവിൻ്റെ വാക്കുകൾ പല ഭാഗങ്ങളിൽ അർത്ഥവത്തായി മാറിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഭക്തിയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തിൽ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഹല്ലേലൂയ. യേശു പറയുന്നു, എന്നെ ചൊല്ലി കരയണ്ട, എന്നെ ചൊല്ലി കരയണ്ട. എങ്ങനെ കരയാതിരിക്കും? ആ കാഴ്ച കണ്ടാൽ എങ്ങനെ കരയാതിരിക്കും? തലയിൽ വലിയ മുൾക്കിരീടം ചൂടി അവന്റെ ശരീരം മുഴുവൻ ഉഴുവജാല് പോലെ കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഥികൾ എണ്ണത്തക്ക നിലയിൽ മാംസങ്ങൾ അടർന്നു മാറി. അവന്റെ വിലാപുറം നമുക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ടു. തിരുവചനം പറയുന്നു, കണ്ടലാളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട നിലയിൽ, ഇറച്ചിക്കടയിൽ കമ്പിക്കഷ്ണത്തിൽ ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടലാളല്ല എന്ന് തോന്നുമാറ് അതാ ഒരുവൻ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളിൽ അതാ തൂങ്ങിക്കിടക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവവേദന? തിരുവചനത്തിൽ പറയുന്നു, നമ്മിൽ സമാധാനമുണ്ടാകാൻ, നമ്മിൽ സന്തോഷമുണ്ടാകാൻ, നിത്യമായ സമാധാനം നമ്മിൽ ഉണ്ടാകാൻ, നിത്യമായ സമാധാനം ഉണ്ടാകാൻ. എങ്ങനെയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത്? സാധാരണ നിലയിൽ ക്രൂശ് മരണത്തിന് വിധേയരാക്കപ്പെടുന്നവർ കള്ളന്മാരായിരിക്കണം, പാപം ചെയ്തവരായിരിക്കണം, എന്തെങ്കിലും അകത്യത്തിൽ പിടിച്ചവരായിരിക്കണം. പക്ഷേ
കുറ്റമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ എങ്ങനെ കാൽവറി ക്രൂശിന് യാഗമായി തീർന്നു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിയമം അന്നും ഇന്നും എന്ന് ഒരുപോലെ നിലനിൽക്കുമ്പോ പാപം ചെയ്യാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ എങ്ങനെ കാൽവറി ക്രൂശിന് യാഗമായി തീർന്നു? പീലാത്തോസിന്റെ കൽത്തടത്തിലും ഹെരോദാവിന്റെ അകത്തടത്തിലും യേശുവിനെ മാറി മാറി വിസ്തരിക്കുമ്പോ അവിടെ ഉയർന്നു കേട്ടൊരു ശബ്ദമുണ്ട്, ഈ മനുഷ്യൻ നീതിമാനാണ്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ പീലാത്തോസ് കൈ കഴുകി. ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഹെരോദാവ് കൈയൊടിഞ്ഞു. കുറ്റമില്ലാത്തവനെന്നും പാപം ചെയ്യാത്തവനെന്നും ആവർത്തിച്ചവിടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോഴും ഒരു കുറ്റക്കാരൻ പോലെ, കള്ളനെ പോലെ, ഒരു ഭാവിയെ പോലെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് ദൈവം പോലും ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നത് എന്ന് പറഞ്ഞു? അവനെ രക്ഷിക്കാതെ, അതിനകത്തുനിന്ന് അവനെ വിടുവിക്കാതെ ദൈവം തമ്പുരാൻ പോലും എന്തുകൊണ്ടാണ് തന്റെ പുത്രനെ കൈയൊഴിഞ്ഞത് എന്ന് തിരുവചനം പരിശോധിച്ചാൽ മനസ്സിലാക്കും. യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് താൻ ചെയ്ത പാപത്തിന്റെ പരിഹാരമായിട്ടല്ല, തന്നിൽ വന്ന ബലഹീനതയ്ക്ക് പരിഹാരമായിട്ടല്ല, താൻ തെറ്റ് ചെയ്തുകൊണ്ടതല്ല, താൻ കുറ്റക്കാരൻ എന്ന മുദ്ര കുത്തപ്പെട്ടത് കൊണ്ടല്ല. തിരുവചനത്തിൽ വായിക്കുന്നു, നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം വരാൻ, നമ്മൾ ചെയ്ത അകൃത്യത്തിന് പരിഹാരം വരാൻ അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി മാറി. നാം ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നാം ഏൽക്കേണ്ട സ്ഥാനത്ത് അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തത് കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി മാറിയത് കൊണ്ട് അവൻ നമുക്ക് വേണ്ടി ശിക്ഷ കാൽവറി ക്രൂശിൽ ഏൽക്കുവാനിടയായി തീർന്നു. കാൽവറി ക്രൂശ് മരണത്തിലൂടെ ദൈവത്തിന്റെ നീതി അവിടെ വെളിവായി വരുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ നീതി? പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ മകനായാൽ പോലും ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ മകനായാൽ പോലും ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാ, എന്നെ ചൊല്ലി കരയേണ്ട, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. വന്നുപോയ ബലഹീനതകൾ, പരാജയങ്ങൾ ഏറ്റു പറഞ്ഞ് കരയുവാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാണോ? നിന്നോട് കരുണ കാണിപ്പാ. ക്രൂശിൽ കടന്ന കള്ളനോട് യേശു കരുണ കാണിച്ചെങ്കിൽ, ക്രൂശിൽ കടന്ന കള്ളനോട് യേശു അനുതാപം കാണിച്ചെങ്കിൽ, അവൻ സഹതാപം കാണിച്ചെങ്കിൽ, അവനോടുകൂടെ പരദീസയിലേക്ക് അവനെ ക്ഷണിക്കപ്പെടുത്തിയെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആവർത്തിച്ച് ഞാൻ പറയാ, ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകൾ, പരാജയങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നീ തയ്യാറാണെങ്കിൽ, ഏത് സാഹചര്യത്തിന്റെ നടുവിലാണെങ്കിലും, ഏതവസ്ഥയുടെ നടുവിലാണെങ്കിലും നിന്നെ വിടുവിപ്പാ, നിന്നെ വിടുവിപ്പാ. അവന്റെ രാജ്യത്തിന്റെ ഓഹരിക്കാര് അവകാശികളുമാക്കി തീർക്കാൻ അവൻ മതിയായ ദൈവമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു വിഷയം കൂടെ. ഒരിക്കൽ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ കരയുന്ന ഒരു സ്ത്രീയെ കണ്ടു. പട്ടണവാതിക്കൽ വെച്ച് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടു. യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ചേ. യേശു അടുത്ത് ചെന്നു. അവളോട് പറഞ്ഞ ആദ്യത്തെ പദം എന്തെന്നറിയാമോ? കരയണ്ട. ഹല്ലേലൂയ. കരയണ്ട. ഒത്തിരി ആശയങ്ങളും ഒത്തിരി ചിന്താ വിഷയങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച 1-2 ചിന്തകൾ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശു അടുക്കൽ ചെന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, കരയണ്ട. കർത്താവ് മനസ്സലിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, കർത്താവ് മനസ്സലിഞ്ഞാൽ നീ കരയുന്ന വിഷയത്തിന് വിടുതലുണ്ട്. കർത്താവ് അരികിൽ ചെന്നു. അവളോട് യേശു പറയുന്നു, സ്ത്രീയെ നീ കരയണ്ട.
കർത്താവ് മനസ്സലിഞ്ഞു, കരയണ്ട. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്ന് പകൽ ദൈവം ചിലരോട് മനസ്സലിയും. ഈ 7 മണിക്കൂർ പ്രാർത്ഥന വിട്ട് ഇതിനകത്ത് പുറത്തു പോകുന്നതിന് മുൻപ് ദൈവം ചിലരോട് മനസ്സലിയോ. ചില കുടുംബങ്ങളോട് ദൈവം മനസ്സലിയോ, ചില തലമുറകളോട് ദൈവം മനസ്സലിയോ. നാളുകളായി വർഷങ്ങളായി കരയുന്ന ചില വിഷയമില്ലേ, അതിനകത്ത് ഇന്ന് പകൽക്കാലം നിന്റെ കരച്ചിൽ മാറ്റി ദൈവം നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്, നിന്റെ വിലാപത്തെ നൃത്തമാക്കി ദൈവം സന്തോഷമുടിപ്പിക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ വ്യക്തമാക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇവളെ കരയിപ്പിക്കുന്ന വിഷയം എന്താ? ഇവിടെ കരയിപ്പിക്കുന്ന വിഷയം എന്താ? ഇവിടെ തലമുറയുടെ വിഷയമാ. പക്ഷെ ആ വിഷയം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എവിടാ? ഇവളെ കരയിപ്പിക്കുന്ന വിഷയം തലമുറയുടെ വിഷയമാ, അല്ലേ? പക്ഷെ ആ വിഷയം ഇരിക്കുന്നത് എവിടാ? നിങ്ങൾ മിണ്ടുന്നില്ല. യേശു അടുത്ത് ചെന്നു, മഞ്ചത്തിൽ തൊട്ടു, ചുമക്കുന്നവര് നിന്നു. കരയുന്ന വിഷയം തലമുറയുടെ വിഷയമാ. പക്ഷെ ആ വിഷയം ചുമന്നോണ്ട് നടക്കുന്ന ചിലരുണ്ട്. ആ വിഷയം ചുമന്നോണ്ട് നടക്കുന്ന ചിലരുണ്ട്. സാധാരണ നിലയിൽ ഒരാൾ മരിച്ചാൽ ചുമന്നോണ്ട് നടക്കുകയാണെങ്കിൽ കുറഞ്ഞത് 4 പേര് വേണം. ഈ വിഷയം ഇപ്പം 4 പേരുടെ ചുമലില്ല. ഈ വിഷയം ഇപ്പം 4 പേരുടെ ചുമലില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ ചുമലയിലിരിക്കുന്ന വിഷയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന് ജീവനില്ല. ജീവനില്ലാത്തത് കൊണ്ട് അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ചുമലിലിരിക്കുന്ന വിഷയം നാറാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹലോ, ഈ ചുമലയിലിരിക്കുന്ന വിഷയം ജീവനില്ല. അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വിഷയമുണ്ടല്ലോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയമുണ്ടല്ലോ, ഇത് നാറാൻ തുടങ്ങും. ഇനി ഒരു അല്പം കൂടെ ശ്രദ്ധിച്ചാൽ, ഇതിനകത്ത് ഡെഡ് ബോഡി ചുമന്നിട്ടുള്ള എത്ര പേരുണ്ട്? ഡെഡ് ബോഡി അറ്റ്ലീസ്റ്റ് ആംബുലൻസിൽ നിന്നെങ്കിലും സെമിത്തേരിയിലിട്ട് ചുമന്നിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ചിലരൊക്കെ ഉണ്ട്. സ്തോത്രം. എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും എത്ര സ്നേഹമാണെങ്കിലും ഒരല്പദൂരം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചുമന്നുകൊണ്ട് നടന്നവർ പറയണം, അകത്ത മൈൻഡ് എന്തായിരിക്കും, അകത്ത ചിന്ത എന്തായിരിക്കും? എത്ര സ്നേഹമുള്ളതാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും ചില ദൂരം എന്ന് പറഞ്ഞാൽ ഒരല്പമധികം ദൂരം ചുമന്നോണ്ട് നടക്കേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചുമക്കുന്നവരുടെ ഉള്ളിൽ എന്തായിരിക്കും അറിയാമോ? എങ്ങനെങ്കിലും ഇത് കുഴിയിലിറക്കണം. നിങ്ങൾ മിണ്ടുന്നില്ല. എങ്ങനെങ്കിലും ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന ഡെഡ് ബോഡി ഉണ്ടല്ലോ, ഇത് കുഴിയിലിറക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാ. നിന്റെ വിഷയങ്ങൾ പലരും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആഴമേറിയ ചിന്ത എന്തെന്നറിയാമോ? കുഴിയിലിറക്കിയാലേ അവർക്ക് സമാധാനമുണ്ടാകൂ. കുഴിയിലിറക്കിയാലേ അവർക്ക് സ്വസ്ഥതയുണ്ടാകൂ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാ. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ശത്രുവിന്റെ യുദ്ധത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ ചില വിഷയങ്ങളുണ്ടല്ലോ, അത് മണ്ണിട്ട് മൂടാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അതിന് ദൈവം ഇടയാക്കാതെ, നാറുന്ന അനുഭവത്തിൽ എത്തിക്കാതെ, സന്തോഷമുടിപ്പിക്ക അതിനകത്ത് ജീവൻ കൽപ്പിച്ച് ചിലരുടെ പ്രതീക്ഷകൾക്ക്, ചിലരുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായി ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ അവന്റെ സാന്നിധ്യമുണ്ട്. ശത്രു മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന ചില വിഷയങ്ങൾ, മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന ചില വിഷയങ്ങൾ, ചിലരൊക്കെ ചുമന്നോണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ, നാറ്റ വിഷയമായി തീരാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം യേശു തൊട്ട് അതിനെ ഇല്ലാതാക്കുമെന്ന്, അതിനെ നിശ്ചലമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്.
നിന്റെ തലമുറയുടെ വിഷയങ്ങൾ ചിലരൊക്കെ ചുമന്നോണ്ട് നടക്കുന്നില്ലേ? ദൈവം ഇന്ന് പകൽ അതിനെ തൊടു. ദൈവം ഇന്ന് പകൽ അതിനെ തൊടു. ഓ, നിന്റെ രോഗത്തിന്റെ വിഷയം ചിലരൊക്കെ ചുമന്നോണ്ട് നടക്കുന്നില്ലേ? ദൈവം ഇന്ന് പകൽ അതിനെ തൊടു. നിന്റെ കുടുംബജീവിതത്തിന്റെ വിഷയം ചിലരൊക്കെ ചുമന്നോണ്ട് നടക്കുന്നില്ലേ? ഓ, ദൈവം ഇന്ന് പകൽ അതിനെ തൊടു. ചുമന്നോണ്ട് നടക്കുന്ന, മറ്റുള്ളവർ ചുമന്നോണ്ട് നടക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽ യേശു തൊടുമെന്ന്. ഓ, മണ്ണിട്ട് മൂടാ ചിലരൊന്നും ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ശത്രു ആഗ്രഹിക്കുന്നത് നിന്റെ തലമുറയുടെ വിഷയം മണ്ണിട്ട് മൂടാൻ വേണ്ടിയാ. ഓ, ശത്രു ആഗ്രഹിക്കുന്നത് നിന്നെ കരയിപ്പിക്കുന്ന ചില വിഷയമുണ്ടല്ലോ, അത് മണ്ണിട്ട് മൂടാനാ. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, അവന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ ശത്രുവിന്റെ യുദ്ധ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവന്റെ കരം നിന്റെ മേൽ സ്പർശിച്ചാൽ ശത്രുവിന്റെ യുദ്ധത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരു ജീവൻ കൽപ്പിച്ച് നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ട, ഹലോ, ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നാറും. ഹലോ, ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നാറും. ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടാൽ നാറ്റം വമിക്കുന്ന അവസ്ഥയിലാകുക. ഹല്ലേലൂയ. ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെട്ടാൽ ശരീരം നാറ്. ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടാൽ നീ നാറ്റം വമിക്കുന്ന അവസ്ഥയിലാകുക. പിശാച് ആഗ്രഹിക്കുന്നത് ആത്മീയ ജീവനെ തള്ളിക്കെടുത്തി ഒരു നാറ്റം വമിക്കുന്ന അവസ്ഥയിലാക്കാനാ പിശാച് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നാറ്റം വമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങള് മണ്ണിട്ട് മൂടാൻ പിശാച് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങള് അതിനെ തടഞ്ഞു നിർത്തി ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എന്റെ യേശു മതിയായവനാ. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ചിലർ ജീവൻ പ്രാപിച്ച് ഇന്ന് പകൽ എഴുന്നേറ്റ് വരും. ചില തലമുറ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരും. ചില നാറുന്ന വിഷയങ്ങൾ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരും. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ, കരയണ്ട, കരയണ്ട. എന്താ അതിന്റെ അർത്ഥം? നമ്മളും മരണ വീട്ടിൽ ചെന്നാൽ നമ്മളും പറയാറുണ്ടല്ലേ, ഉണ്ടോ? നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ ചെന്നുക, വേണ്ടപ്പെട്ടവരുടെ കരച്ചിൽ കാണുമ്പോ നമ്മളും അവരുടെ അരികിൽ ചെന്നു നിന്ന് തോളെ കൈയിട്ടിട്ട് നമ്മളും പറയാറുണ്ട്. എന്താ പറയാറ്? കരയണ്ട. പക്ഷെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം എന്നാ? പോയവര് പോയി, നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ, അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ കാണാം എന്നാണ് നമ്മൾ കരയണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ യേശു പറഞ്ഞത് കരയണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. പോയത് പോയി, ഇനി അങ്ങേറ്റ് കരയിൽ ചെല്ലുമ്പോ കാണാമെന്നല്ല യേശു പറഞ്ഞത്. നീ കരയണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഇവനെ ഓർത്ത് നീ ജീവിതത്തിൽ കരയേണ്ടി വരികയില്ല. ഈ വിഷയത്തെ ഓർത്ത് നീ കരയേണ്ടി വരികയില്ല. ഇന്നലകളിൽ നീ വിധവയായി തീർന്നു, പക്ഷെ അനാഥരയായി വിടാൻ ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അല്പനാളുകൾക്ക് മുമ്പ് നീ ഈ വഴിത്തരയിലൂടെ വന്നത്, അതിനുശേഷം നിന്റെ പേര് വിധവയെന്ന. പക്ഷേ ഈ മരണം കൂടെ സംഭവിച്ചാൽ, ഇതിനെ കൂടെ മണ്ണിട്ട് മൂടിയാൽ നിന്റെ ചിന്ത എന്താണെന്നറിയാമോ? എനിക്കിനി ആരുമില്ല, ഞാൻ അനാഥയാണ്. എന്നാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? കരയേണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ഇന്നലകളിൽ നീ വിധവയായി, പക്ഷേ ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ല. ഇന്നലകളിൽ നീ വിധവയായി, പക്ഷേ നിന്നെ ഞാൻ അനാഥയായി വിടത്തില്ല. ഈ മരണം നടന്നപ്പോ പല അഭിപ്രായങ്ങളും
പല സംസാര വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായി. പക്ഷെ ആർക്കും ഇനി അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ വ്യത്യസ്തമായ ചിലത് ആ തലമുറയുടെ ജീവിതത്തിലൂടെ ചെയ്ത് വിലാപത്തോടുകൂടെ വന്ന കൂട്ട നൃത്തത്തോട് മടങ്ങിപ്പോകത്തക്ക നിലയിൽ ദൈവം ആ കരം തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് നീ ഇന്ന് പകൽ വന്നത് വിലാപത്തോടെയാണെങ്കിൽ നൃത്തത്തോടെ തിരിച്ച് അടുത്ത 7 മണിക്കൂർ കഴിയുമ്പോ നൃത്തത്തോടെ തിരിച്ചു പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കരയുന്ന വിഷയത്തിനകത്ത് വിടുതലുണ്ട്. നീ കരയുന്ന വിഷയം എന്താ? നിന്റെ തലമുറയാണോ, നിന്റെ ഭാവിയാണോ, നിന്റെ ജോലിയാണോ, കുടുംബജീവിതമാണോ? ഇന്ന് പകൽ പരിശുദ്ധമ പറയുന്നു, ഓ കരയണ്ട, ഓ കരയണ്ട, സകലത്തെയും പരിഹരിക്കാൻ എനിക്ക് കഴിയും. ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാ. കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥലത്തിലേക്ക് പകരാം.